ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികളെല്ലാം ഉള്ളത്. നമ്മൾ ഇനി പോകുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ എവിടം വരെയായി ഉത്രാടപ്പാച്ചിൽ എന്നറിയാനാണ്. പൂക്കളും പച്ചക്കറിയും പല വ്യഞ്ജനവും ഓണക്കോടിയും ഒക്കെയായി വിപണി സജീവമാണ്. കൊച്ചിയിലെ ബ്രോഡ്വേയിൽ നിന്ന് ഡാനി പോളും തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, കൊച്ചിയിൽ ഏറ്റവും സജീവമാകുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേയിലാണ് ഉള്ളത്. എത്ര വരെയായി അവിടുത്തെ ഓണം? ശ്രീജ, ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ ഒരു വലിയ തിരക്കിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കൂടി ഒന്ന് മാറി നിൽക്കണം എന്ന് പറയേണ്ടി വരും. കാരണം ഇടയ്ക്ക് ഈ പർച്ചേസിങ്ങിൻ്റെയും അതിൻ്റെ എല്ലാ രസം കൊല്ലിയായിട്ട് മഴ എത്തുന്നുണ്ട്. മഴ ആളുകൾ സാധനം വാങ്ങിക്കാൻ വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കച്ചവടക്കാർക്കും അവരുടെ പ്രതീക്ഷകളെല്ലാം കെടുത്താണ്. നമ്മൾ ബ്രോഡ്വേയിലാണ്. അല്പം മുമ്പ് എറണാകുളം മാർക്കറ്റിനകത്ത് ബ്രോഡ്വേയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വഴിയോര വിപണിയാണ് ബ്രോഡ്വേ ഇപ്പോൾ കൂടുതൽ സജീവമാണ്. ഇവിടെയൊക്കെ ഈ ടർപ്പോളിനൊക്കെ ഇട്ട പലരും ഈ സാധനങ്ങളൊക്കെ മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ തുറന്ന് കച്ചവടത്തിലേക്കും എല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലൊരു തിരക്കിലേക്ക് ഉച്ച കഴിയുമ്പോൾ പൂർണ്ണമായും ഇവിടെ തിരക്കിൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് ബ്രോഡ്വേ മാറുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് കൂടുതലായും ഈ വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, അത്തരം കാര്യങ്ങളാണ്. തൊട്ടപ്പുറത്ത് മാർക്കറ്റ്, പച്ചക്കറികളുടെ മാർക്കറ്റ്, അത് വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ രീതിയിലേക്ക് ഇവിടേക്ക് ഒരു തിരക്കിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന നിർബന്ധമുള്ള മലയാളിക്ക് ഏതായാലും അത്തരം ഈ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയും വിഷയമാകുന്നില്ല. കൂടുതലായിട്ടും ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇതുപോലെ ഈ തുണിത്തരങ്ങൾ വിൽക്കുന്നിടത്തേക്ക് ഇപ്പോൾ കുറേയധികം തിരക്ക് മാറിയിട്ടുണ്ട്. കാരണം രാവിലെ നമുക്കറിയാം ഈ സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങൾ, അതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അതെല്ലാം തന്നെയാണ് രാവിലെ ഒരു പർച്ചേസിലേക്ക് എല്ലാം തന്നെ വരിക. പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങിക്കൂട്ടുക. സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആളുകൾ തിരിയുന്ന പിന്നീട് ഈ ഇതുപോലുള്ള കേന്ദ്രങ്ങളാണ്. വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങൾക്കൊപ്പം തന്നെയും ഇത്തരം ഈ വഴിയോര കേന്ദ്രങ്ങളിലേക്കും എല്ലാം തന്നെ നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ അനുഭവപ്പെടുകയും ചെയ്യും. ഏതായാലും ആ ഒരു തിരക്കെല്ലാം തന്നെയുണ്ട്. ചേട്ടോ, ഒരു മിനിറ്റ്. കഴിഞ്ഞോ? പർച്ചേസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണോ? തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്രാട പാച്ചിലിന്റെ ഒരു ഓട്ടത്തിലാണ്. എങ്ങനെയുണ്ട് പൊതുവിൽ സാധനങ്ങൾക്കൊക്കെ ഒരു വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ? അതായത് ഒരു മീഡിയം വിലകളിലാണ് പോകുന്നത് അല്ലേ? നമുക്ക് കഴിഞ്ഞുകൂട്ടാം അല്ലേ? എങ്ങനെ ഈ സാധനങ്ങളുടെ ഇവിടെ വസ്ത്രങ്ങളുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിപ്പോകാവുന്നതാണ്. നമ്മളിപ്പോഴത്തെ ആ സാമ്പത്തിക വെച്ചുകൊണ്ട് സാധാരണക്കാർക്കും ഉയർന്നവർക്ക് അവർ ആ രീതിയിൽ പൊക്കോളും. സാധാരണക്കാർക്ക് സാധാരണക്കാർ രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പർച്ചേസിംഗിലാണ് നടക്കുന്നത്. സാധനങ്ങളൊന്നും മേടിച്ചില്ല, ഇറങ്ങിയുള്ളൂ. വാങ്ങിച്ചു തീർക്കണം. മഴയാണ് ഭയങ്കര പാട്. ഇത് കോടെ പ്രതീക്ഷിക്കാത്തൊരു മഴ വന്ന കാരണം ഒന്നും നോക്കാൻ പറ്റണില്ല. വിട്ടുവിട്ട് മാറി മാറി നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കച്ചവടം ബുദ്ധിമുട്ടിലാണ്. ഏതായാലും ശ്രീജ അവർ പറഞ്ഞതുപോലെയും മഴ ഒരു രസം കൊല്ലി ആവുന്നുണ്ട്. അതെങ്ങനെ വന്നാലും ഈ തിരക്കും കാര്യങ്ങളെല്ലാം നോക്കുക. മഴ വരുമ്പോൾ ഇതെല്ലാം മൂടിയിട്ട് അവരെല്ലാവരും മാറേണ്ട അവസ്ഥയിലേക്കെല്ലാം വരും. ഏതായാലും നല്ല തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വിപണി വലിയ സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഉത്രാടപ്പാച്ചിൽ അത് അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് ആ തിരക്കെല്ലാം തന്നെ മാറുന്നു. ബ്രോഡ്വേ അങ്ങോട്ട് പോകുന്തോറും ഏതാണ്ട് 1 കിലോമീറ്ററോളം വരുന്ന ഈ വഴി, അത് ഇരുവശവും തന്നെയും കച്ചവടക്കാരും അത് വാങ്ങാനെത്തിയവരെയും കൊണ്ട് തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. പലരും പല രീതിയിലുള്ള ഓഫറുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ട് ഏതായാലും ആളുകളെ വിളിച്ചു കൂട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, അടിപൊളി കച്ചവടം, ഉഷാറ്. പിന്നെ മഴ വന്നാൽ നമ്മൾ മൂടി വെക്കാതെ കഴിഞ്ഞ തുടങ്ങാം. അടിപൊളിയല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഏതായാലും നല്ല രീതിയിലേക്ക് ഉഷാറ് എന്ന് പറയുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ മാറട്ടെ എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. കാരണം ഓണം അത്ര കണ്ട പ്രതീക്ഷകളുടെ വലിയ ഒരു നിറച്ചാർത്ത് തന്നെയാണ്. ആ രീതിയിലേക്ക് തിരക്കും കാര്യങ്ങളും എല്ലാം മാറുന്നു. ഈ ഒരു ദിവസത്തിന്റെ പ്രതീക്ഷ, ഉത്രാടപ്പാച്ചിലിന്റെ പ്രതീക്ഷ കച്ചവടക്കാർക്ക്, അത് വാങ്ങാനെത്തുന്നവർക്ക് എല്ലാവർക്കും വലിയ രീതിയിലുള്ളതാണ്. അത് മഴ മായ്ക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ശ്രീജ. ശരി, മഴയൊക്കെ മാറി നിൽക്കട്ടെ. ഇനി ഉച്ച കഴിയുമ്പോഴത്തേക്ക് മഴയൊക്കെ മാറി വിപണിയിലുള്ളവർക്കും ഈ കച്ചവടം ചെയ്യുന്നവർക്കും വാങ്ങാൻ എത്തുന്നവർക്കും ഒക്കെ നല്ല സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് അത്ര പ്രശ്നമില്ല, അന്തരീക്ഷമൊക്കെ വളരെ നല്ലതാണ്, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് സാരംഗ് സുധാകരൻ പറയും. സാരംഗ്, എന്തൊക്കെയാണ് അവസ്ഥ?
തിരുവനന്തപുരത്ത് ഓണത്തിരക്കുകൾ സജീവമായിരിക്കുകയാണ്. ചാല മാർക്കറ്റിനകത്ത് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകൾ അനുഭവപ്പെട്ടു തുടങ്ങി. നിലവിൽ പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കും കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അത്ര തിരക്ക് ഇത്തവണ ഇല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തവണ മലക്കറികൾക്കും മറ്റും വില കുറവാണ്. പക്ഷേ ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് പച്ചക്കറികൾ എത്തുന്നതിന് ഒരു കുറവ് കച്ചവടക്കാരടക്കം പറയുന്നുണ്ട്. മാത്രമല്ല ഈ വെളിച്ചെണ്ണയുടെയും മറ്റ് സാധനങ്ങളുടെയും എല്ലാം വിലക്കയറ്റം വിപണിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലിലൂടെ ഇപ്പോൾ നിലവിൽ പച്ചക്കറികൾക്കും വെളിച്ചെണ്ണ അടക്കമുള്ള എല്ലാ സാധനങ്ങൾക്കും വില താരതമ്യേന കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ ഈ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകളിലേക്ക് കടകമ്പോളങ്ങൾ കടക്കുകയാണ്. നഗരത്തിൽ മറ്റു കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ചാല മാർക്കറ്റിനകത്ത്, ഈ പ്രസിദ്ധമായ ചാല മാർക്കറ്റിനകത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ തിരക്കൊന്നുമല്ല, വൈകുന്നേരമാകുന്നതോടുകൂടി ഈ ഭാഗത്തൂടെ നമുക്ക് ഇത്ര എളുപ്പത്തിൽ നടക്കാൻ പോലും കഴിയാത്ത അത്ര തിരക്കായിരിക്കും. നമുക്കറിയാം ഈ ഒരു ഓണത്തിനുള്ള എല്ലാ സദ്യവട്ടങ്ങളുടെ സാധനങ്ങളും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും എല്ലാം ഇന്നാണ് വാങ്ങുക. നാളത്തേക്കുള്ള സദ്യയുടെ എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ന് തന്നെ ആരംഭിച്ച് സാധനങ്ങളെല്ലാം ഇന്ന് തന്നെ വാങ്ങി നാളെ രാവിലെ മുതൽ ഈ ഓണത്തെ മലയാളികൾ, തലസ്ഥാനത്തെ മലയാളികളെല്ലാം ഒരുങ്ങുകയാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയാ. സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനം എല്ലാം മേടി. നാളെ എന്താണ് സ്പെഷ്യൽ? നാളെ സദ്യ തന്നെയാണ്. സദ്യ. എത്ര വയസ്സുണ്ട്? ഒരു വയസ്സ്. ഒരു വയസ്സ്. ഓണത്തിരക്ക് ഇന്ന് അധികം ഇല്ല എന്ന് വേണം പറയാൻ. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഒരുക്കങ്ങളൊക്കെ ഉത്രാടപ്പാച്ചിലെന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. സദ്യവട്ടങ്ങൾക്ക് എല്ലാ സാധനം വാങ്ങിയോ? എല്ലാ സാധനവും വാങ്ങിച്ച് ഉഷാറാണ്. ഓണം എങ്ങനെയുണ്ട്? ഓണത്തിനകത്തി എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി? വാങ്ങി മലക്കറി വാങ്ങിക്കണം പോണം. എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. ഉത്രാടപ്പാച്ചിലായോ? ഓണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട്. എങ്ങനെയുണ്ട് ഓണത്തിലുള്ള കച്ചവടം? ഓണ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്നാണ് ആള് ഇവിടെ കയറിയത്. എല്ലാ സാധനവും വില കുറവുണ്ട്. കൊച്ചുള്ളിയെല്ലാം വന്ന് 2.5 കിലോ 100 രൂപ, സവാള 4 കിലോ 100 രൂപ, കിഴങ്ങ് 3 കിലോ 100 രൂപ, എല്ലാം വില കുറവ്. വെളുത്തുള്ളി 120 രൂപ, എല്ലാം വില കുറവുണ്ട്. തിരക്ക് കുഴപ്പമില്ലാതെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം